ഈ പലമതസാരവും ഏകമാകാം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ വാക്യങ്ങളുണ്ടല്ലോ. അതായത് വ്യത്യസ്ത മതങ്ങളുടെ സാരം അതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നൊരു സന്ദേശമുണ്ട്. അതിൽ ഈ മതം എന്നതിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന എസ്റ്റാബ്ലിഷ്ഡ് റിലീജിയൻസിനോടൊപ്പം ഗുരുദേവൻ ഈ ഇഷ്ടം അല്ലെങ്കിൽ വിവിധ പ്രതിഭാസങ്ങളുടെ സന്ദേശം എന്നൊക്കെ പറയുന്ന വളരെ വിശാലമായ ഒരു അർത്ഥം അതിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രകൃതിയുടെ ഭാവങ്ങളിൽ, മറ്റ് കാലാവസ്ഥകളുടെ ഋതുഭേദങ്ങളിൽ, അതുപോലെ തന്നെ കലയിൽ, സാഹിത്യത്തിൽ, രാഷ്ട്രീയത്തിൽ, ഇതിലെല്ലാമുള്ള ഈ നല്ല സന്ദേശങ്ങളൊക്കെയും അതെല്ലാം മനുഷ്യൻ്റെ ഗുണപരമായ വളർച്ചയ്ക്ക് ഉതകും വിധം അതിനെ ആ ഒരു കാഴ്ചപ്പാടിൽ അതിനെ സമാഹരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അതേ ഗുരുദേവൻ്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ സിൽബന്ധികളുമൊക്കെ നടന്ന് പ്രചരിപ്പിക്കുന്ന മലപ്പുറ വിരോധവും ലീഗ് വിരോധത്തിലൂടെ അന്യമത വിരോധവും ഒക്കെ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചകൾ ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നിലപാടാണ്, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ അഡ്വക്കേറ്റ് ചന്ദ്രബാബു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ, അദ്ദേഹം ശ്രീനാരായണ ധർമ്മ സംരക്ഷണ സമിതിയെന്നോ മറ്റോ ഒരു സമിതിയിൽ ഈ ഇപ്പോൾ SNDPയിൽ നിലനിൽക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച് പരാതിയുമൊക്കെയായി കോടതിയിലൊക്കെ പോയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഈ മലപ്പുറത്തെക്കുറിച്ചും ലീഗിനെക്കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യരെക്കുറിച്ചുമൊക്കെ മനോഹരമായ ചില വാക്കുകൾ പങ്കുവച്ചു. കേൾക്കാമത്. മലപ്പുറത്ത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ പോയിരുന്നു. ഞങ്ങൾ കൂടെ പോകാറുണ്ട്. അവിടെ ശിവഗിരി മഠത്തിൻ്റെ ബ്രാഞ്ച് GDPSൻ്റെ ശക്തമായ പ്രവർത്തനം ഉള്ള സ്ഥലമാണ്. മലപ്പുറം ജില്ലയിൽ ഒരാൾക്ക് പോലും അവിടെ യാതൊരു ബുദ്ധിമുട്ടോ ശ്വാസം മുട്ടലോ ഇല്ല. അവിടെ ശ്വാസം മുട്ടുന്നത് വെള്ളാപ്പള്ളി നടേശന് ശ്വാസം മുട്ടലുണ്ടാകും. കാരണം അവിടെ ഇറങ്ങുമ്പോൾ മറ്റു ചില ശ്വാസം മുട്ടലുണ്ടാകും. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. മലപ്പുറം ജില്ലയിൽ SNDP യോഗത്തിനും SN ട്രസ്റ്റിനും സ്ഥാപനങ്ങളില്ല. അത് മുസ്ലിം ലീഗ് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ മുസ്ലിം സമുദായം കൊണ്ടാണ് ഇത് കിട്ടാത്തതെന്ന് പറയുന്നു. 10 വർഷക്കാലം വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വന്തക്കാരനായ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് ഇത്രയോ പുകഴ്ത്തൽ നടത്തുന്ന പിണറായി വിജയൻ സർക്കാരാണല്ലോ ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ മുസ്ലിം ലീഗ് അന്ന് ഇപ്പോൾ ഈ 10 വർഷക്കാലം ഈ ഭരണത്തിലില്ലല്ലോ? അപ്പോൾ എന്തുകൊണ്ട് ഈ 10 വർഷക്കാലത്തിനിടയിൽ ഒരൊറ്റ സ്കൂള്, ഒരൊറ്റ കോളേജ്, ഒരൊറ്റ സ്ഥാപനം എന്തുകൊണ്ട് ഗവൺമെൻറ് നേടിയെടുത്തില്ല? അങ്ങനെ നേടിയെടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അപ്പോൾ ഇത് വെറുതെ അത് ഒരു പുകമറ സൃഷ്ടിച്ച് ഒരു സാമുദായികമായ സ്പർദ്ധയുണ്ടാക്കി സമുദായങ്ങളെയും മതങ്ങളെയും തമ്മിൽ അടിച്ച് അതിൽ നിന്ന് ചോര ഊറ്റി കുടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ അതിന് മറുപടി പറയട്ടെ ഒരു കാര്യത്തിന്. മലപ്പുറം ജില്ലയിൽ SNDPക്കും SN ട്രസ്റ്റിനും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ എത്ര അപേക്ഷ നൽകി? എവിടെയൊക്കെ അപേക്ഷ നൽകി? ഒരപേക്ഷയുടെ കോപ്പിയെങ്കിലും ഈ പുറം ലോകത്ത് കാണിക്കാൻ തയ്യാറുണ്ടോ? ഒരു കാര്യം കൂടെ പറയാം. കോഴിക്കോട് ജില്ലയിൽ 1000 ഏക്കർ സ്ഥലം SNDP യോഗത്തിന് സമ്പാദിച്ച മനുഷ്യനായിരുന്നു R. ശങ്കർ. ഇന്നത് ഒരു സെൻറ്റ് പോലും ഇല്ല. അത് നശിപ്പിച്ചത് വെള്ളാപ്പള്ളി നടേശനാ. 1 സെൻറ്റ് വസ്തു പോലും ഓടില്ല. 1000 ഏക്കർ സ്ഥലം, 1000 അല്ല 1100 ഏക്കർ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ ഇന്ന് മലപ്പുറത്തിൻ്റെ ഭാഗമായ അവിടെ സമ്പാദിച്ചതാണ്. ഇന്ന് 1 സെൻറ്റ് പോലും ഇല്ല. അത് സംരക്ഷിക്കാൻ കഴിയാത്ത ഇയാൾ ആരെയാണ് പറയുന്നത്? മുസ്ലിം സമുദായം ഇന്നും അന്നും ഈ സമൂഹത്തോട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈഴവ സമൂഹത്തോടും മറ്റെല്ലാ സമൂഹത്തോടും യോജിച്ചും അവർ ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ അവർ ജീവിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയും പോയിരുന്നു. എത്ര സ്നേഹസമ്പന്നമായ ആളുകളാണ്. ഇപ്പം പ്രാദേശികമായി തെരഞ്ഞെടുപ്പ് നടത്തുക, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എവിടെയെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് വെച്ച് ഒരു നോട്ടീസ് അടിച്ച് ഏതെങ്കിലും ഒരു വാർഡിൽ 21,000 മെമ്പർമാരെ ഒരൊറ്റ മെമ്പറെ തിരഞ്ഞെടുക്കാമെങ്കിൽ ഞങ്ങൾ ഈ പണി അവസാനിപ്പിക്കണം. കണിച്ചുകുളങ്ങര സ്വന്തം വാർഡിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് വെച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കാവൂ? BDS ഉണ്ടല്ലോ, ആ BDSന് കേരളത്തിൽ 100 അംഗങ്ങളെ 100 മെമ്പർമാരെ സൃഷ്ടിക്കാൻ കഴിയുമോ? എന്തിനേറെ പറയുന്നു, ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ മതസ്പർദ്ധയും ജാതിയും മതവും ഒക്കെ വർണ്ണവും വർഗവും എല്ലാത്തിനും വെറി പറഞ്ഞ് എല്ലാവരും വിരോധിച്ചതിൻ്റെ ഏറ്റവും വലിയ ഫലം ഉണ്ടാകാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിൽ ഈ പാവപ്പെട്ട ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോഴാണ് അനുഭവിക്കാൻ പോകുന്നത്. എന്നോടൊക്കെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, സാറേ ഞങ്ങൾ എങ്ങനെ വോട്ട് ചോദിക്കാൻ പോകുന്നു? വോട്ട് ചോദിക്കാൻ കഴിയുമ്പോൾ അവിടെ ചോദിക്കും ആളുകൾ, അവർക്കറിയത്തില്ലോ ഈ സമുദായത്തിൽ നടക്കുന്നത് എന്താണെന്ന്.